ഗവർണർ, VC, സർക്കാർ 3 തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നടക്കുന്നത്. VCയും രജിസ്ട്രാറും തമ്മിലുള്ള പ്രശ്നം മറ്റൊരു തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. രജിസ്ട്രാർ ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ സുരക്ഷാ തടയിലൊക്കെ ഭേദിച്ചകത്ത് കയറി സീറ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ അനുമതി വന്നിട്ടില്ല, സിൻഡിക്കേറ്റ് തൻ്റെ സസ്പെൻഷൻ റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് രജിസ്ട്രാർ പറയുന്നത്. പക്ഷേ ഇവിടെ VCയും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ഇന്ന് വീണ്ടും ഒരു വേദിയിലെത്തുകയാണ്. സർക്കാരിൻ്റെ ഒരു അപക്വമായ നിലപാടല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം വഴിവെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ആണല്ലോ. ഈ സർക്കാർ അവരുടെ പല വീഴ്ചകളും തോൽവികളും മറയ്ക്കുവാൻ വേണ്ടി ഉണ്ടാക്കുന്ന, മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണിത്. കാരണം കേരളത്തിൻ്റെ ഒരു ഗവർണർ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഞാൻ പറയുകയാണ്, നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യം കൂടിയാണിത്. കാരണം മൈ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭരണവുമായി ബന്ധപ്പെട്ട മാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ ഒരു സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഗവർണർ എന്നതിനൊക്കെ അപ്പുറം ഈ സംസ്ഥാനത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും ഒക്കെ ദേശീയതയും വികസനത്തെയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു ഗവർണറാണ്. ആ ഗവർണറെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം. അതിനെ നമ്മുടെ ഒരു അഭിമാനമായി കാണണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസം 17-ാം തീയതി ഞാൻ ഉൾപ്പെടെ രാജ്ഭവനിൽ പങ്കെടുത്ത ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ആ സെമിനാർ എന്ന് പറയുന്നത് ദ വേൾഡ് ഇക്കോണമി, ഇന്ത്യൻ ചാലഞ്ചസ് ആൻഡ് പ്രോസ്പെക്റ്റീവ്സ് എന്നുള്ളതായിരുന്നു. സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ നിരവധി സാമ്പത്തിക ശാസ്ത്ര രംഗത്തെ വിദ്യാർത്ഥികൾ, വ്യാവസായിക പ്രമുഖർ, അവരൊക്കെ പങ്കെടുത്ത ഒരു പരിപാടിയാണ്. അത്തരത്തിലുള്ള നിരവധി ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംസ്, ഇപ്പം കൃഷി ഉൾപ്പെടെ, വിദ്യാഭ്യാസം ഉൾപ്പെടെ, കുട്ടികളെ പങ്കെടുപ്പിച്ചുള്ള പരിപാടികൾ ഉൾപ്പെടെ, അങ്ങനെ വളരെ വിശാലമായ അർത്ഥത്തിൽ തൻ്റെ കസേരയെ കാണുന്ന ഒരു ഗവർണറാണ്. ആ ഗവർണർ ഒരു പക്ഷേ കൺഫ്രണ്ടേഷനിലേക്കായിരിക്കില്ല, പക്ഷേ കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ അദ്ദേഹം മുന്നോട്ട് പോകൂ. അതിൽ യാതൊരു സംശയവുമില്ല. അതായത് പക്ഷേ ഗവർണറോടുള്ള സമീപനം സർക്കാരിന് ഈ രീതിയിലല്ല. ഗവർണറെ കാണുന്നത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി, ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ശത്രു എന്നുള്ള രീതിയിലാണ് സർക്കാരുകൾ എടുക്കുന്ന നിലപാട്. പി പ്രസാദും ശിവൻകുട്ടിയും എടുത്ത നിലപാട് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതുമാണ്. ഇവിടെ ഭാരതാംബ അല്ല പ്രശ്നം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഭാരതാംബയെ അവിടെ ആദരിക്കുന്നത് അവർ ആദരിച്ചോട്ടെ. ഇപ്പോൾ CPM-കാർ അവരുടെ രീതിയിൽ അവർക്ക് മറ്റ് ബിംബങ്ങൾ അവർ ആരാധിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ ഭാരതാംബ ആരാധിച്ചതല്ല പ്രശ്നം, ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചന നടത്തിയതല്ല പ്രശ്നം. ഇവർക്ക് സ്വാഭാവികമായി എടുത്ത് മുന്നിൽ വയ്ക്കാൻ, സംസ്ഥാനത്തിൻ്റെ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെ മറയ്ക്കാനായിട്ട് സർക്കാർ ഗവർണർ പോര് എടുത്തിടണം. ഇപ്പോൾ അതിനെ കൂടുതൽ രൂക്ഷമാക്കി SFIയുടെ മാർച്ച് നടക്കുന്നതിൻ്റെ കാര്യം അറിയാമല്ലോ. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ അതിനെ മറയ്ക്കണം. അതിനു വേണ്ടിയിട്ട് ഗവർണർ സർക്കാർ പോരിനെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ ശരിക്കും സംഭവിക്കുന്നത്? അതെ, തീർച്ചയായിട്ടുമാണല്ലോ. അതായത് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറഞ്ഞിരുന്ന ഈ സംസ്ഥാനമുള്ള കേരളം ഇന്ന് യഥാർത്ഥത്തിൽ നമുക്ക് ജീവിക്കാൻ ഭയം തോന്നുന്ന, അല്ലെങ്കിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ജനങ്ങളിൽ നിന്ന് തെറിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതിന് ഉത്തരവാദി ഈ കേരളം ഭരിക്കുന്ന ഈ സർക്കാർ മാത്രമാണ്. ഈ ഭരിച്ച് ഇവിടുത്തെ ജനങ്ങളെ അതിൻ്റെ ഏറ്റവും ദുരിതത്തിലേക്ക് എത്തിക്കണം. ഇന്നലെ നടന്ന ആ പണിമുടക്ക് പോലും യാതൊരു ആവശ്യവുമില്ലാത്ത ഒരു പണിമുടക്ക്, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഉന്നമനത്തിനും അവരുടെ സാമൂഹ്യ സുരക്ഷയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള നിയമങ്ങളെ കോർത്തുപിടിക്കുന്ന ആ നിയമത്തിനെതിരെ അവർ പണിമുടക്കുക എന്ന് പറയുമ്പോൾ അത് അങ്ങേറ്റം ജനങ്ങൾക്കെതിരായ, തൊഴിലാളികൾക്കെതിരായ, വികസനത്തിനെതിരായ ഒരു നയമാണ് അവരുടേത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്ന ഈ സമര കോലാഹലങ്ങളും ആഭാസങ്ങളും എല്ലാം ആരോഗ്യ മേഖലയിലെ ആ വലിയ വീഴ്ചയെ മറച്ചു പിടിക്കാൻ, ആ വിഷയത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവരുടെ വിഫലമായ ഒരു ശ്രമം മാത്രമാണ്. പക്ഷേ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ വീഴ്ചകളിൽ നിന്ന്, അവരുടെ തോൽവികളിൽ നിന്ന്, അവരുടെ ജനവഞ്ചനകളിൽ നിന്ന്, അവരുടെ ഗുണ്ടായിസത്തിൽ നിന്ന് ഒരിക്കലും ഈ സർക്കാരിന് മാറാനാവില്ല. ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. അതിനെല്ലാം ഉള്ള മറുപടി അവർക്ക് ഉടനെ കിട്ടുകയും ചെയ്യും.
അതായത് ഈ പറയുന്ന പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി സമരം നടത്തുന്നു. എനിക്ക് ഇന്നലത്തെ ഒരു പണിമുടക്ക് കൂടെ കണ്ടപ്പോൾ തോന്നിയതാണ്, ഇവർക്ക് സമരം ചെയ്ത് മാത്രമേ അറിയുള്ളൂ, അത് മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ, മറ്റൊരു പ്രവർത്തനം നടത്താൻ അറിയില്ല. അപ്പം നിരന്തരമായി സമരം ചെയ്യണം. സമരം ചെയ്യാനായിട്ട് ഭരണത്തിൽ ഇരിക്കുമ്പോൾ സ്വന്തം സർക്കാരിനെതിരെ സമരം ചെയ്യാൻ കഴിയില്ല. ഇവരുടെ ഗുണ്ടാപ്പടകളുണ്ടല്ലോ, ഈ പറയുന്ന SFI DYFI പോലുള്ള ആൾക്കാരെ വെച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സാധാരണ തൊഴിലാളികളെയും കച്ചവടക്കാരെയും ഈ റോഡ് സൈഡിലൊക്കെ ഇന്ന് കച്ചവടം ചെയ്യുന്ന മാർക്കറ്റിനകത്ത് ചെറിയ കടയൊക്കെ നടത്തുന്ന പാവപ്പെട്ടവരെ ചെന്ന് വരട്ടുകയാണ്. മീനിൽ മണ്ണെണ്ണ കഴിക്കും, ഇല്ലെങ്കിൽ ഈ 10 മുളക് വീതം കൂട്ടി വെച്ച് ഈ പട്ടിണി കിടക്കുന്ന അമ്മച്ചിമാരും അമ്മൂമ്മമാരും ഒക്കെ വന്നിട്ട് കച്ചവടം ചെയ്യുന്നവരുടെ ഇത് തട്ടിത്തെറിപ്പിക്കുമെന്ന് പറയുക. ഇങ്ങനെയുള്ള ഗുണ്ടായിസം മാത്രം ചെയ്ത് ശീലിച്ചിട്ടുള്ള ഇവർക്ക് സമരം ചെയ്യാൻ മറ്റു മാർഗ്ഗമില്ല. അപ്പോൾ ആർക്കെതിരെ സമരം ചെയ്യും? കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിൻ്റെ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്ത് നേരിട്ട് പോര് നടത്താൻ കഴിയുന്ന ഗവർണറാണെന്ന് കണ്ടിട്ടാണ് ഈ പറയുന്ന കോലാഹലം മറ്റൊന്നും നടക്കുന്നത്. ഇന്നിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് DYFIയുടെ മാർച്ച് കിടക്കുകയാണ്. SFI ഇന്നലെ മാർച്ച് നടത്തി. അപ്പോൾ SFIക്കാരുമായിട്ട് അവിടെ ഉന്തും തള്ളും പോലീസുമായിട്ട് പ്രശ്നമുണ്ട്. ഇവരുടെ പോലീസ് തന്നെയാണ്, വേറെ ആരുമല്ല. ഇപ്പോൾ DYFIക്കാരാണ് ഇവരിങ്ങനെ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുക. അതേസമയം ഈ ഹോസ്പിറ്റൽ പൊളിഞ്ഞു വീണ്, മെഡിക്കൽ കോളേജ് പൊളിഞ്ഞു വീണ് ഒരാൾ മരിക്കുകയും അതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയും ചെയ്തപ്പോൾ യൂത്ത് കോൺഗ്രസ് അടിക്കാനും അവരുടെ സമരത്തിനെതിരെ സമരം ചെയ്തവരാണ് ഇവർ. അപ്പോൾ ഇവർക്ക് മാത്രമേ സമരം ചെയ്യാവൂ, ഇവർക്ക് സമരം ചെയ്യാൻ കുറേ കാരണങ്ങൾ വേണം. അതല്ലേ ശരിക്കും പറയുന്നത് സമരത്തിൻ്റെ കേരളമാക്കിയിട്ട് കേരളത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നൊരു നിലവാരമല്ലേ അവരെടുക്കുന്നത്. ആ നിലപാടും അല്ല, അവരുടെ ചരിത്രം നോക്കിയാൽ അങ്ങനെ തന്നെയാണല്ലോ. അവർ സമരം ചെയ്താണ് ഇവിടുത്തെ വ്യവസായങ്ങളെല്ലാം, രാജാവിൻ്റെ കാലത്തോട്ടുണ്ടായിരുന്ന വ്യവസായങ്ങളെല്ലാം പൂട്ടിപ്പോയത്, ഈ കൃഷിഭൂമികളെല്ലാം നഷ്ടപ്പെട്ടത്. നോക്കൂ, കേരളം എങ്ങനെയാണ് ഇന്നൊരു തരിശു ഭൂമിയായത്, അല്ലെങ്കിൽ ഒരു ഉപഭോക്തൃ ഒരു സംസ്ഥാനമായി മാറിയത്. അന്ന് ഈ ആയിരക്കണക്കിനായിട്ടുള്ള വയലേലകളും കൃഷിസ്ഥലങ്ങളും എല്ലാം അവർ പിടിച്ചെടുത്ത് പാട്ടഭൂമി എന്നുള്ള രീതിയിൽ നിരവധി ആളുകൾക്ക്, കുടിയന്മാർക്ക് ഉൾപ്പെടെ അവർ വിതരണം ചെയ്തു. പക്ഷേ ഇത് കർഷകരുടെ പാർട്ടിയാണ്, കൃഷിക്കാരുടെ പാർട്ടിയാണ്, സംഘടനയാണ് എന്ന് പറഞ്ഞ ആ പാർട്ടി ഉണ്ടല്ലോ, ഈ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം CPM യഥാർത്ഥ കർഷക തൊഴിലാളികളെ കണ്ടില്ല. ഒരു കർഷക തൊഴിലാളിക്കും ഒരു കർഷകനും യഥാർത്ഥത്തിൽ ആ പിടിച്ചെടുത്ത ഭൂമിയുടെ ഒരു തുണ്ട് പോലും കൊടുത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് കേരളം ഇന്നൊരു തരിശു ഭൂമിയായിരിക്കുന്നത്, ഇവിടുത്തെ കൃഷി മുഴുവൻ നശിച്ചിരിക്കുന്നത്. അതായത് ഇവർക്കെല്ലാ കാലവും സമരം ചെയ്യുവാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ വേണമായിരുന്നു. ഒരു കാലത്ത് നമുക്കറിയാം, സമരമല്ല, കൊലപാതകങ്ങളുടെ ഒരു സംഘടനയായിരുന്നു. ആ കണ്ണൂർ സ്ഥലത്തേക്കല്ലേ നമുക്ക് പോകുവാൻ പോലും ഭയം തോന്നിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇവരുടെ ഗുണ്ടായുസവും ഇവരുടെ കൊലപാതകങ്ങളും കൊണ്ട് അവിടെ നിന്ന് ഇന്നിപ്പോൾ അത് മാറി, അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ, ശക്തമായ ഒരു സർക്കാർ ഉൾപ്പെടെ കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കുന്നത് മനസ്സിലായപ്പോൾ ഇന്ന് ഈ സമരവുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതിനെല്ലാം ഇരകളായി മാറുന്നത് യഥാർത്ഥത്തിൽ അന്നന്നത്തെ പണിക്ക് പോയി അന്നം കാണുന്ന സാധാരണക്കാരായ സ്ത്രീകൾ, ഓട്ടോറിക്ഷക്കാർ, കൂലിപ്പണിക്കാർ ഉൾപ്പെടെ ഉള്ളവരാണ്. അതെ, തീർച്ചയായിട്ടും ഈ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ആ വീഴ്ച. മറ്റൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ, ഈ ഇടതുപക്ഷം ഈ വലിയ ദളിത് സ്നേഹം കാണിക്കുന്നു. ഏറ്റവും താഴേക്കിട്ടുള്ള ദളിതർ, അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. അവരൊരു വേടനെ ചേർത്ത് പിടിച്ചുവെങ്കിൽ അതിന് മറ്റു ചില മാനങ്ങളുണ്ട്. വേടനെ അവരാദ്യം ചേർത്ത് പിടിക്കുകയല്ല ചെയ്തത്, അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പക്ഷേ അത് വലിയ പ്രശ്നമാകുമെന്ന് കണ്ടപ്പോഴാണ് വേടനെ അവർ വീണ്ടും തിരിച്ചു പിടിക്കും, ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് പല വേദികളിലും അയാൾക്ക് പരിപാടികൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുക ചെയ്തത്. പക്ഷേ അങ്ങനെ ആ വേടനെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു, ദളിതരെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഈ സർക്കാർ എന്തുകൊണ്ടാണ് ബിന്ദുവിനെ, തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീയായ ഒരു വീട്ടുജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആ ബിന്ദുവിനോട് സ്വീകരിച്ച സമീപനം നാം കണ്ടുവല്ലോ. അപ്പം എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഇരട്ട താപ്പുകളുണ്ട്. ഈ സമരങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ്. അവരുടെ വീഴ്ചകൾ മറയ്ക്കുവാനും ഈ കേന്ദ്ര സർക്കാരിനെതിരെ യഥാർത്ഥത്തിൽ ഒന്നും അവർക്ക് പറയാനില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഒരു ഗവർണറെ കരുവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു VCയെ കരുവാക്കിക്കൊണ്ട്, ആ നയങ്ങളെ കരുവാക്കിക്കൊണ്ട് ഇവിടെ സമരങ്ങളുടെ ഒരു ആഭാസ ഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതെല്ലാം എല്ലാവരും കാണുന്നുണ്ട്. നോക്കുക, ഇവിടുന്ന് വിദ്യാർത്ഥികളെല്ലാവരും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പിന്നെ ഗവർണറെ ചട്ടം പഠിപ്പിക്കുന്ന സമയത്ത് ഇവർ സ്വന്തം വിദ്യാലയങ്ങളിൽ വേണ്ട വിദ്യാഭ്യാസ ചട്ടം നടപ്പിലാക്കട്ടെ. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജിലെ ഒരു പ്രൊഫസർ എന്നോട് പറഞ്ഞതാണ്, BComന് ഇൻ്റർവ്യൂ നടക്കുകയാണ്. എല്ലാ വർഷങ്ങളിലുമൊക്കെ 80,000 ആപ്ലിക്കേഷൻസ് ആയിരുന്നു വരുന്നത് BComലേക്ക്. ഇപ്പോൾ വെറും 2000
5000 വന്നിരിക്കുന്നതെന്ന്. ഓരോ കോളേജുകളും എടുത്തു നോക്കൂ, അവരുടെ ഈ ആർട്സ് കോമേഴ്സ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിരക്കണക്കിനുള്ള വേക്കൻസികൾ ചുമ്മാ കിടക്കാണ്. വിദ്യാർത്ഥികളെ കിട്ടാനില്ല. വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്ന ഒരവസ്ഥയാണ്. അവർ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ ഇവർ ആദ്യം മാറ്റം വരുത്തട്ടെ, എന്നിട്ടാവട്ടെ ഈ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് VC-ക്കെതിരെയും ഗവർണർക്കെതിരെയും സർവകലാശാലയ്ക്കുമുള്ള സമരങ്ങൾ നടത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.